വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേഷൻ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് എങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ നോർമലി രണ്ട് തരം മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്, ഗ്രാഫിക് മെത്തേഡും ഓൾജിബ്രിക് മെത്തേഡും. ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് സ്കാറ്റർ ഡയഗ്രമും കോറിലേഷൻ ഗ്രാഫും ആണ്. ഇനി നമ്മൾ ആൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കുകയാണ്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഐഡന്റിഫൈ ആണ് യൂസിങ് സം ഫോർമുല. അങ്ങനെയാണ് നമ്മൾ രണ്ട് രീതിയിലാണ് നോർമലി നമ്മൾ കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യാറ്. ഫസ്റ്റ് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് എന്ത്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് നമ്മൾ എന്താന്ന് വെച്ചാൽ എക്സ് ഏതെങ്കിലും ഒരു വാരിയബിൾ നമ്മൾ എക്സ് ആക്സിസിലും വേറൊരു വാരിയബിൾ വൈ ആക്സിസിലും ആണ് കാണിക്കുക. ഇപ്പോൾ ഇപ്പോൾ ഒരു വാരിയബിൾ എക്സ് ആണെങ്കിൽ ആ എക്സ് എന്ന വാരിയബിളിന്റെ വാല്യൂസ് നമ്മൾ എക്സ് ആക്സിസിലും, വൈ ആണെങ്കിൽ വൈ എന്ന വാരിയബിളിന്റെ വാല്യൂസ് നമ്മൾ വൈ ആക്സിസിലും ആണ് നമ്മൾ കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടിന്റെയും പെയർ, ഈച്ച് പെയർ ഓഫ് വാല്യൂ ഈസ് പ്ലോട്ടഡ് ഓൺ ഗ്രാഫ്. ഇപ്പൊ നമ്മൾക്ക് കോറിലേഷന്റെ ടേബിൾ തരുമ്പോൾ എക്സ് 20, 30, 40, 50, അതുപോലെ വൈ എന്താണ് 30, 40, 50, 60. അപ്പോൾ എക്സ് 20 ആകുമ്പോൾ വൈ 30, അങ്ങനെയുള്ള ഒരു പെയർ ഉണ്ടാവില്ല. അപ്പോൾ 20, 30 എന്നുള്ള ഒരു പെയർ ആണ് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ദിസ്. അതായത് ഇപ്പം എക്സ് 2. ഇത് എക്സ്, ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് എന്ന വാരിയബിളും വൈ ആക്സിസിൽ നമ്മൾ വൈ ആവണമെന്നില്ല ഏതെങ്കിലും ഒരു വാരിയബിൾ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അതായത് നമ്മൾ ഡോട്ട്സ് അടയാളപ്പെടുത്തുക എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് 2.5 വൈ എന്താണ് 2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടും കൂടിയിട്ട് വരുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. അതുപോലെ എക്സ് എന്ന് പറയുന്നത് എന്താണ് 2.4, വൈ എന്ന് പറയുന്നത് 2.4. അപ്പൊ അത് അങ്ങനെ അടയാളപ്പെടുത്തി. പിന്നെ എക്സ് എന്ന് പറയുന്നത് 2.6, വൈ എന്ന് പറയുന്നത് 2.6. അങ്ങനെയുള്ള പെയർ പോയിന്റ്സ് ആണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാമത്തിനകത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ പെയർ പോയിന്റ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അടയാളപ്പെടുത്തുക. രണ്ടിന്റെയും കൂടിയിട്ടുള്ള പെയർ പോയിന്റ്സ് 20, 30, അപ്പോൾ അതിനുള്ള പോയിന്റ് അടയാളപ്പെടുത്തി. പിന്നെ വൈ 30, എക്സ് 40, അപ്പൊ അതിനുള്ള പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഓരോ ആക്സിസിലും ഓരോ വാരിയബിളിന്റെ വാല്യൂവിനാണ് നമ്മൾ എന്താണ് കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വാരിയബിളിന്റെ പെയർ ഓഫ് വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രാഫിനകത്ത് ഒരു ഡോട്ട് മാർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന ആ വാരിയബിളിന്റെ എല്ലാ ഐറ്റംസും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് നമ്പേഴ്സ് കിട്ടും, ഇതുപോലെ കുറെ നമ്പേഴ്സ് കിട്ടും. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രെൻഡ്, മേ ബി അപ്വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ടു വാരിയബിൾസ് ആർ കോറിലേറ്റഡ്. ഇപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്ത ആ പെയർ പോയിന്റ്സ് ഒരു ട്രെൻഡും കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, വാരിയബിൾസ് ആർ നോട്ട് കോറിലേറ്റഡ് എന്ന് പറയും. സോ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു വാരിയബിൾ നമ്മൾ എക്സ് ആക്സിസിലും ഒരു വാരിയബിളിന്റെ വാല്യൂ നമ്മൾ വൈ ആക്സിസിലും ആണ് കാണിക്കുക. എന്നിട്ട് രണ്ട് വാരിയബിളിന്റെയും പെയർഡ് പോയിന്റ്സ് 20, 30, അപ്പൊ ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ 1.5, 1.5 അങ്ങനെയുള്ള പെയർ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യും. അങ്ങനെ എല്ലാ ഐറ്റംസും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സം ഡോട്ട്സ്. ആ ഡോട്ട് എന്തെങ്കിലും, ഇപ്പൊ ഈ ഡോട്ടുകൾ എന്താണ്, ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്, രണ്ട് വാരിയബിളും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നാണ് നമ്മുടെ അസംഷൻ. ഇതെന്ന് പറയുമ്പോഴോ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് രണ്ട് വാരിയബിളും നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ. ഇത് നോക്കി നോക്കൂ, എന്താണ്, ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല, കുറെ ഡോട്ട് പോയിന്റ്സ് ആണ്. അതായത് ദർ ഈസ് നോ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റ്സ് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, കറക്റ്റ് ഒരു അപ്വേർഡ് റൈസിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, ജസ്റ്റ് ലൈക്ക് ദിസ് വി സെഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയത് അതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇങ്ങനെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട്
കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷൻ ഗ്രാഫ് ആണ്. കോറിലേഷൻ ഗ്രാഫ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പൊ എക്സിനും വൈക്കും കൂടി ഒരു ഡോട്ട് അല്ലേ അടയാളപ്പെടുത്തിയത്. കോറിലേഷൻ ഗ്രാഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് പേപ്പറിൽ തന്നെ രണ്ട് വേരിയബിളിനും വി വിൽ ഡ്രോ കർവ്. രണ്ട് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, കർവ് അല്ലെങ്കിൽ കർവ് വരയ്ക്കും. അതായത് എക്സ് എന്ന വേരിയബിളിന് ഒരു കർവ്, വൈ എന്ന വേരിയബിളിന് ഒരു കർവ്. അതായത് ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്നുള്ള വാരിയബിൾ ഇതിപ്പോ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ് എന്നുള്ള വാരിയബിളിന് ഒരു കർവ് വരയ്ക്കും. എക്സിന്റെ വാല്യൂ മാത്രം നോക്കിയിട്ട് ഇപ്പുറത്തെ എന്ത് ചെയ്യും, വൈ എന്നുള്ള വാരിയബിളിനും ഒരു കർവ് വരയ്ക്കും. അങ്ങനെ രണ്ട് വാരിയബിളിനും രണ്ട് സെപ്പറേറ്റ് കർവാണ് നമ്മൾ കോറിലേഷൻ ഗ്രാഫിൽ വരയ്ക്കുക. നമ്മൾ സ്കാറ്ററിലാണെങ്കിൽ എന്താണ്, ഈച്ച് പെയറിനാണ് ഒരു ഡോട്ട് കൊടുക്കുന്നത്. കോറിലേഷൻ ഗ്രാഫ് ആണെങ്കിൽ രണ്ട് വാരിയബിളിനും രണ്ട് കർവുകൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് പേപ്പറിനകത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ക്ലോസ്നെസ് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നമ്മൾ വരച്ച രണ്ട് കർവും, ഇത് അതിന്റെ അല്ല കേട്ടോ, നമ്മൾ വരച്ച രണ്ട് കർവും സെയിം ഒരേപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നെങ്കിൽ, രണ്ടും അപ്വേർഡ് ട്രെൻഡിങ് കർവ് ആണ്, അല്ലെങ്കിൽ രണ്ടും ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആണെന്ന് പറയും. അതായത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഒരെണ്ണം കുറയുമ്പോൾ മറ്റേതും കുറയുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടുന്നു. സോ ബോത്ത് ആർ പോസിറ്റീവ് കോറിലേറ്റഡ് ആണ്. ഇനി രണ്ടും ഒരെണ്ണം അപ്വേർഡും ഒരെണ്ണം ഡൗൺവേർഡും ആണെങ്കിൽ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ നമ്മൾ വരയ്ക്കില്ല, അതുപോലെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയും. അതുപോലെ തന്നെ രണ്ട് കർവും വളരെയധികം ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയും. ഇനി രണ്ടും ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അത് എന്ത് പറയും, നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് എന്ന ആക്സിസിൽ ഒരു വാരിയബിളും വൈ എന്ന ആക്സിസിൽ നമ്മൾ എന്ത് പറയും, ഒരു വാരിയബിളും കൊടുത്തിട്ട് രണ്ടിന്റെയും പെയർ ഡോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. മറ്റേടത്ത് നമ്മൾ വൈ ആക്സിസിൽ ആണ് വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് രണ്ട് വാരിയബിളിന്റെയും ഡിഫറെന്റ് കർവുകൾ വരയ്ക്കും. എന്നിട്ട് അത് തമ്മിലുള്ള ക്ലോസ്നെസ് നോക്കും. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആ ലൈൻ എങ്കിൽ വി വിൽ ഇന്റർപ്രറ്റ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി കോറിലേറ്റ്. അത് മേ ബി അപ്വേർഡ് ആയിരിക്കാം, ഡൗൺവേർഡ് ആയിരിക്കാം. രണ്ട് ലൈനും ഒരുപോലെ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയും. ഇനി വരുന്നതാണ് അടുത്ത, അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം, കോറിലേഷൻ ഗ്രാഫ്. ഇനി വരുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇതെന്ന് പറയുന്ന ഒരു ആൾജിബ്രിക് മെത്തേഡാണ്. ഈ സ്കാറ്റർ ഡയഗ്രാമും കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ആൾജിബ്രിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ച് എക്സിന്റെയും വൈന്റെ ഒക്കെ വാരിയബിളിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യും, ആ കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ആ വാരിയബിൾ തമ്മിലുള്ള എന്താണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്തായാലും -1നും +1നും ഇടയിലാണ്. എപ്പോഴാണോ കോറിലേഷൻ നെഗറ്റീവ് ആവുന്നത് അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടുക. കോറിലേഷൻ നെഗറ്റീവ്, രണ്ട് വാരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ -1നും 0നും ഇടയിലായിരിക്കും. രണ്ട് വാരിയബിളിന്റെയും കോറിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് 0ക്കും 1നും ആയിരിക്കും. കോറിലേഷൻ കോഫിഷ്യന്റിന്റെ വാല്യൂ എന്താണ്, +1 ആയിരിക്കും. ഇനി ഒരു കോറിലേഷനും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ 0 ആണ് കിട്ടുക. ഇനി ഇപ്പൊ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇങ്ങനെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഫോർമുലാസ് കാൾപിയേഴ്സൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്പിയർമാൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, കൺകറന്റ് ഡീവിയേഷൻ വെച്ചിട്ടാണ്. ഈ കാൾപിയേഴ്സൺ എന്താണ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് n × സിഗ്മ x - x bar × y - y bar divided by √n × σx² - σx²
ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. അങ്ങനെയുള്ള ഒരു ഫോർമുലയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഫോർമുലയും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ സ്പിയർമാൻ മെത്തേഡ് ആണെങ്കിൽ അതൊരു റാങ്ക് കോറിലേഷൻ ആണ്. അപ്പം നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെത്തേഡ് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മാത്രമാണ് പറയുന്നത്. ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. അതിനൊരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഇത്ര കിലോ ഇത്ര രൂപ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അത് വാരിയബിൾസിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഒന്നും അതിനില്ല, ജസ്റ്റ് അതൊരു പ്യുവർ നമ്പർ മാത്രമാണ്. അതിന്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയിലാണ്. പിന്നെ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എക്സ് എന്ന വാരിയബിളിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് 5 എന്നുള്ള ഒരു എമൗണ്ട് എല്ലാ ഐറ്റത്തിലും ആഡ് ചെയ്താലും കുറച്ചാലും എന്ത് സംഭവിക്കില്ല, കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് നമ്പർ ഒരു വാരിയബിളിന്റെ എല്ലാ ഐറ്റത്തിന്റെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താലും കോറിലേഷൻ കോഎഫിഷ്യന്റിന് വ്യത്യാസം വരില്ല. അതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ. ചേഞ്ച് ഓഫ് ഫ്രീ ഫ്രം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഒറിജിൻ എന്നാണ് പറയുക. ഒറിജിൻ മാറിയാലും കോറിലേഷൻ കോഎഫിഷ്യന്റ് ചേഞ്ച് വരില്ല. അതുപോലെ സ്കെയിൽ മാറിയാലും കോറിലേഷൻ കോഎഫിഷ്യന്റ് ചേഞ്ച് വരില്ല. അത് എപ്പോഴും കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താലും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ടു എവറി ഐറ്റം ഓഫ് വാരിയബിൾ എല്ലാത്തിൻ്റെയും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് വരില്ല, കോറിലേഷൻ കോഎഫിഷ്യന്റിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വിൽ ബി ഈക്വൽ ടു വൈ ആൻഡ് എക്സ്. അല്ലെ, എക്സും വൈയും തമ്മിൽ നമ്മൾ ചെയ്താൽ കിട്ടുന്ന സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും വൈയും എക്സും തമ്മിൽ ചെയ്താലും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വാരിയബിൾസിന്റെ അസോസിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിസർച്ചിനകത്ത് നമുക്ക് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂളുകളുടെ റിലയബിലിറ്റി വാലിഡിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പ്യൂപ്പിൾസിന്റെ ട്രയറ്റ്സ് ആൻഡ് കപ്പാസിറ്റീസ് വൈൽ ഗിവിംഗ് ഗൈഡൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തെങ്കിലും ഫ്യൂച്ചർ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കോറിലേഷൻ ജസ്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ മെത്തേഡ്സ് ആണ്. നാളെ മുതൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 6 കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ വാരിയബിൾ. ഇനി 6 എന്ന് പറയുന്നത് -1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ദർ ഈസ് നെഗറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ. 6 എന്ന് പറയുന്നത് 0.2 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ പോസിറ്റീവ് ഫിഗർ ആണ്, പക്ഷെ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, 0ന്റെയും 1ന്റെയും ഇടയിലാണ്. അപ്പൊ അതെന്താണ്, ലോ പോസിറ്റീവ് കോറിലേഷൻ. 0.9 എന്ന് പറഞ്ഞതാണ്, അത് 1നോട് അടുത്തതാണ്. മാക്സിമം കോറിലേഷന്റെ വാല്യൂ 1 ആണ്. 0.9 എന്ന് പറഞ്ഞാൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആയി. ഇനി -0.3 എന്ന് പറഞ്ഞാലോ ലോ നെഗറ്റീവ് കോറിലേഷൻ. 0.8 -0.8 എന്ന് പറഞ്ഞാൽ -1നോട് അടുത്ത്, അപ്പൊ ഹൈ നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണെന്നും മെത്തേഡ്സും. നമുക്ക് ഓരോ മെത്തേഡും കാൾപിയേഴ്സൺ മെത്തേഡ് ഫോർമുല നമുക്ക് പഠിക്കാണ്ട് അത് റിലേറ്റഡ് പ്രോബ്ലം ചെയ്യാറുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു, ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോറിലേഷൻ ബിറ്റ്വീൻ 2 വാരിയബിൾ കാണാൻ വി ഹാവ് 2 മെത്തേഡ്സ്, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ഓൾജിബ്രിക് മെത്തേഡ്. അതിനകത്ത് ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് വരുന്നതാണ് എന്ത്, സ്കാറ്റർ ഡയഗ്രമും കോറിലേഷൻ ഗ്രാഫും. ഓൾജിബ്രിക് മെത്തേഡിൽ വരുന്നതാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ഫോർമുലാസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കോറിലേഷൻ വാല്യൂ ആണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.